ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ കൃഷിയെപ്പറ്റിയുള്ള ഈയൊരു വിശകലനത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയുടെ നട്ടെല്ലെന്ന് പറയാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ? കാർഷിക സീസണുകൾ, പലതരം കൃഷിരീതികൾ, പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വിളകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് മനസ്സിലാക്കിയാലോ? അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം, അല്ലേ? ഒരു ചോദ്യത്തോടെ തുടങ്ങിയാലോ? ഇന്ത്യയുടെ ഭക്ഷ്യവിതരണത്തെ നിയന്ത്രിക്കുന്നൊരു രഹസ്യ കലണ്ടറുണ്ട്. എന്താണ് ഈ കലണ്ടർ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോടിക്കണക്കിന് കർഷകർ ഫോളോ ചെയ്യുന്ന, നമ്മുടെയൊക്കെ തീന്മേശയിൽ എന്ത് ഭക്ഷണം എത്തണം എന്ന് തീരുമാനിക്കുന്നൊരു കലണ്ടർ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതെ, നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ കാർഷിക കലണ്ടറിനെക്കുറിച്ചാണ്. ഇന്ത്യൻ കൃഷിയുടെ ആ ഒരു റിഥം, ആ ഒരു താളം സെറ്റ് ചെയ്യുന്നത് ഇവിടത്തെ കാലാവസ്ഥയാണ്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലും ഉൾപ്രദേശങ്ങളിലുമൊക്കെ ഈ കാലാവസ്ഥയെ ബേസ് ചെയ്തിട്ട് പ്രധാനമായും 3 വിളവെടുപ്പ് കാലങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, ഈ കാണുന്ന ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ 3 പ്രധാനപ്പെട്ട കാർഷിക കാലങ്ങൾ. ഒന്നാമത്തത് ഖാരിഫ്. ഇത് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ തുടങ്ങുന്ന സമയമാണ്, അതായത് ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ. ഈ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ റൈസ്, കോട്ടൺ, ബജ്റയൊക്കെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ സൗത്തിൽ റൈസ്, മെയ്സ്, റാഗിയൊക്കെയാണ് മെയിൻ. ഇനി അടുത്തത് റബി. ഇത് ഒക്ടോബർ മുതൽ മാർച്ച് വരെ, അതായത് നമ്മുടെ ശൈത്യകാലം. ഈ സമയത്ത് കുറച്ച് തണുപ്പൊക്കെ വേണ്ട വീറ്റ്, ഗ്രാം, ബാർലി പോലുള്ള വിളകൾ നോർത്തിലും റൈസ്, മെയ്സൊക്കെ സൗത്തിലും കൃഷി ചെയ്യും. പിന്നെ മൂന്നാമതായി ഒന്നുണ്ട്, സൈഡ്. ഇത് റബിക്കും ഖാരിഫിനും ഇടയ്ക്കുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആ ഒരു ഷോർട്ട് സമ്മർ സീസൺ. ആ സമയത്ത് പച്ചക്കറികളും പഴങ്ങളും കാലിത്തീറ്റയുമൊക്കെയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. നോർത്ത് ഇന്ത്യയിലെ പോലെ ഇത്ര കൃത്യമായൊരു വേർതിരിവ് സൗത്ത് ഇന്ത്യയിലെ കാർഷിക സീസണുകൾക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വർഷം മുഴുവനും അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പോൾ മണ്ണിൽ വെള്ളമുണ്ടെങ്കിൽ മാത്രം മതി ഒരേ വിള തന്നെ ഒരു വർഷം 2, എന്തിന് 3 തവണ വരെ കൃഷി ചെയ്യാൻ പറ്റും. സ്വാഭാവികമായും ഇത് അവിടുത്തെ കർഷകർക്ക് ഒരു സ്റ്റഡി ഇൻകം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ സീസണുകളുടെ കാര്യം നമ്മൾ കണ്ടു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം, വെള്ളം. അതായത് ഒരു സ്ഥലത്ത് എന്ത് കൃഷി ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിൽ വെള്ളത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഈ വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ച് കൃഷിയെ എങ്ങനെയൊക്കെ തരംതിരിക്കാമെന്ന് നമുക്ക് നോക്കിയാലോ? വളരെ സിമ്പിളായി പറഞ്ഞാൽ കൃഷിയെ 2ആയിട്ട് തിരിക്കാം. ഒന്ന് ഇറിഗേറ്റഡ് ഫാമിംഗ്, അതായത് നമ്മൾ കനാൽ വഴിയോ കിണർ വഴിയോ ഒക്കെ വെള്ളമെത്തിച്ച് കൃഷി ചെയ്യുന്നത്. രണ്ടാമത്തത് റെയിൻഫെഡ് ഫാമിംഗ്, പേരുപോലെ തന്നെ മഴയെ മാത്രം ആശ്രയിച്ചുള്ള കൃഷി. ഇനി ഈ ഇറിഗേറ്റഡ് ഫാമിംഗിൽ തന്നെ 2 ടൈപ്പുണ്ട്, പ്രൊട്ടക്റ്റീവ്. പ്രൊട്ടക്റ്റീവ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെയാണ്. അതായത് മഴയൊക്കെ കുറഞ്ഞ് വിള നശിച്ചു പോകാതിരിക്കാൻ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന പോലെ കുറച്ച് വെള്ളം കൊടുക്കുന്നു. എന്നാൽ പ്രൊഡക്റ്റീവ് ഇറിഗേഷൻ അങ്ങനെയല്ല. അതൊരു ഫുൾ കോഴ്സ് മീൽ പോലെയാണ്. വിളയ്ക്ക് വേണ്ട മുഴുവൻ വെള്ളവും കൊടുത്ത് മാക്സിമം വിളവുണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സ്വാഭാവികമായും ഇവിടെ വെള്ളത്തിന്റെ ഉപയോഗവും കൂടുതലായിരിക്കും. അപ്പോൾ മഴയെ മാത്രം ആശ്രയിക്കുന്ന റെയിൻഫെഡ് ഫാമിങ്ങിലും 2 പ്രധാന ഡിവിഷനുകളുണ്ട്, ഡ്രൈലാൻഡ് ഫാമിങ്ങും വെറ്റ്ലാൻഡ് ഫാമിങ്ങും. ആ ഒരു മാജിക് നമ്പർ 75 സെന്റിമീറ്റർ ആണ്. വർഷത്തിൽ 75 സെന്റിമീറ്ററിൽ കുറവ് മഴ കിട്ടുന്ന വരണ്ട സ്ഥലങ്ങളിലാണ് ഡ്രൈലാൻഡ് ഫാമിംഗ്. സ്വാഭാവികമായും വരൾച്ചയെ ചെറുക്കാൻ കഴിവുള്ള റാഗി, ബജ്റ പോലുള്ള വിളകളാണ് അവിടെ കൃഷി ചെയ്യുക. ഇനി നേരെ ഓപ്പോസിറ്റ്, ആവശ്യത്തിൽ കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് വെറ്റ്ലാൻഡ് ഫാമിംഗ്. അവിടെ റൈസ്, ജൂട്ട്, ഷുഗർ കെയിൻ പോലെ വെള്ളം ഒരുപാട് വേണ്ട വിളകളായിരിക്കും കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൃഷിരീതികൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് വിളകളെപ്പറ്റി സംസാരിക്കാം. അവയുടെ ഉപയോഗമനുസരിച്ച് വിളകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. പ്രധാനമായും 2ആയിട്ടാണ് നമ്മൾ വിളകളെ തിരിക്കുന്നത്, ഫുഡ് ക്രോപ്സും ക്യാഷ് ക്രോപ്സും. പേര് കേൾക്കുമ്പോൾ തന്നെ സംഭവം സിമ്പിളാണ്, അല്ലേ? ഫുഡ് ക്രോപ്സ്, അതായത് ഭക്ഷ്യവിളകൾ, നമ്മൾ കഴിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നവയാണ്. റൈസ്, വീറ്റ്, പയറുവർഗ്ഗങ്ങളൊക്കെ ഇതിൽപ്പെടും. ഇനി ക്യാഷ് ക്രോപ്സ് അഥവാ നാണ്യവിളകൾ, ഇത് നമ്മൾ വിറ്റ് കാശാക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നവയാണ്. അതായത് ഇതിനൊരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വാല്യൂ ഉണ്ടാകും. കോട്ടൺ, ജൂട്ട്, ടീ, കോഫി ഇതൊക്കെ നല്ല ഉദാഹരണങ്ങളാണ്. ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്നറിയാമോ? ഇന്ത്യയിലെ മൊത്തം കൃഷിസ്ഥലത്തിന്റെ 2/3 ഭാഗത്തും നമ്മൾ കൃഷി ചെയ്യുന്നത് ഫുഡ് ക്രോപ്സ് ആണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ എത്രത്തോളം ഈ വിളകളെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഈ ഒരു കണക്ക് മാത്രം നോക്കിയാൽ മതി. ശരി, ഈ ഭക്ഷ്യവിളകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ധാന്യങ്ങൾ അഥവാ ഗ്രെയിൻസ്. നമ്മുടെയൊക്കെ പ്രധാന ആഹാരം ഇവ തന്നെയാണല്ലോ. അപ്പോൾ ഈ ധാന്യങ്ങളെ എങ്ങനെയാണ് തരംതിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഹൈറാർക്കി നോക്കൂ. ഫുഡ് ഗ്രെയിൻസ് അഥവാ ഭക്ഷ്യധാന്യങ്ങളെ നമുക്ക് ആദ്യം 2ആയി തിരിക്കാം.
ഒന്ന് സീരിയൽസ്, അതായത് നെല്ല്, ഗോതമ്പ് പോലുള്ള ധാന്യങ്ങൾ. 2 പുൾസസ്, അതായത് പയർവർഗ്ഗങ്ങൾ. ഇനി ഈ സീരിയൽസിനെ വീണ്ടും രണ്ടായി തിരിക്കുന്നുണ്ട്: ഫൈൻ സീരിയൽസും കോൾ സീരിയൽസും. അവയുടെ വലിപ്പവും ഉപയോഗവുമൊക്കെ അനുസരിച്ചാണ് ഈ തരംതിരിവ്. അപ്പോൾ ഈ ധാന്യ ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്നറിയാമോ? നമ്മൾ അത്ര മോശക്കാരൊന്നുമല്ല. ചൈനയും USA കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ മൊത്തം പ്രൊഡക്ഷന്റെ ഏകദേശം 11% നമ്മുടെ രാജ്യത്തു നിന്നാണ്. നേരത്തെ നമ്മൾ ഫൈൻ കോഴ്സ് എന്നു പറഞ്ഞില്ലേ? അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഫൈൻ സീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളാണ് റൈസും വീറ്റും. ഇനി കോഴ്സ് സീരിയൽസിന്റെ കാറ്റഗറിയിൽ വരുന്നത് ജോവാർ, ബജ്റ, മെയ്സ്, റാഗി ഇവയൊക്കെയാണ്. അപ്പോൾ നമ്മൾ സീസണുകൾ പഠിച്ചു, കൃഷിരീതികൾ പഠിച്ചു, വിളകളെ തരംതിരിച്ചു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫൈൻ സീരിയൽസിനെക്കുറിച്ച്, അതായത് റൈസിനെയും വീറ്റിനെയും കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് റൈസ്, അതായത് നെല്ലിന്റെ കാര്യമെടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധാന്യവിള ഇതുതന്നെയാണ്. വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ് ഇതൊക്കെയാണ് പ്രധാന ഉൽപ്പാദകർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യയിലും വെസ്റ്റ് ബംഗാളിലൊക്കെ വർഷത്തിൽ 2-3 തവണ നെൽകൃഷി ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം കേരളത്തിലെ കുട്ടനാടിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. സമുദ്രനിരപ്പിനും താഴെ കൃഷി ചെയ്യുന്ന ഒരു അത്ഭുതമാണ് അവിടത്തേത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടനാടിനെ കേരളത്തിന്റെ നെല്ലറ എന്ന് വിളിക്കുന്നത്. അതേപോലെ കൃഷ്ണ ഗോദാവരി ഡെൽറ്റ പ്രദേശം ഇന്ത്യയുടെ നെല്ലറ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ പേരുകളൊക്കെ ഓർത്തുവെക്കണം. ഇനി നെല്ല് ഗവേഷണവുമായി ബന്ധപ്പെട്ട് 2 സ്ഥലങ്ങളുടെ പേരുകൾ നിർബന്ധമായും ഓർത്തിരിക്കണം. പരീക്ഷകൾക്കൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് സെന്റർ ഫിലിപ്പീൻസിലെ മനീലയിലാണ്. നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒഡീഷയിലെ കട്ടക്കിലുമാണ്. ഓക്കെ, റൈസ് കഴിഞ്ഞാൽ അടുത്തത് വീറ്റ്, അതായത് ഗോതമ്പ്. ഇന്ത്യയുടെ ഫുഡ് സെക്യൂരിറ്റിയിൽ വളരെ നിർണായകമായ പങ്കുള്ള 2ാമത്തെ പ്രധാന ധാന്യവിളയാണിത്. ഇതൊരു റാബി വിളയാണെന്ന കാര്യം മറക്കരുത്. ഗോതമ്പ് ഒരു റാബി വിളയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊരു ടെമ്പറേറ്റ് ക്രോപ്പാണ്. ഏകദേശം 10 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ഒരു 75 സെന്റിമീറ്റർ മഴയും ഇതിനാവശ്യമാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ്. പഞ്ചാബിനെ ഇന്ത്യയുടെ ധാന്യപ്പുര അഥവാ ഗ്രാനറി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു. അതുപോലെ തമിഴ്നാടുവിലെ തഞ്ചാവൂര് ദക്ഷിണേന്ത്യയുടെ ധാന്യപ്പുര എന്നും അറിയപ്പെടുന്നു. പിന്നെ ഇതിന്റെ സയന്റിഫിക് നെയിം കൂടി ഓർത്തുവെച്ചോളൂ: ട്രിറ്റിക്കം എസ്റ്റിവം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഇതെല്ലാം കൂടി പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാൻ ഒരു സമ്മറി നോക്കിയാലോ? പരീക്ഷയ്ക്ക് പോകുന്നവർക്കൊക്കെ ഇതൊരു ചീറ്റ് ഷീറ്റ് പോലെ ഉപയോഗിക്കാം. ദാ ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. പ്രധാനപ്പെട്ട വിളകൾ, അവയുടെ സയന്റിഫിക് നെയിം, പിന്നെ മറക്കാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഫാക്ട്: റൈസ് ഒറൈസ സാറ്റിവ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ടക്കിലാണ്. വീറ്റ് ട്രിറ്റിക്കം എസ്റ്റിവം, ഗ്രാനറി ഓഫ് ഇന്ത്യ, പഞ്ചാബാണ്. പിന്നെ പ്രധാനപ്പെട്ട കോഴ്സ് സീരിയൽസ്: ജോവർ, സൊർഗം വൾഗാരെ, ബജ്റ, പെനിസിറ്റം ഗ്ലൗക്കം, റാഗി, എല്യൂസിൻ കോരാക്കന, ഷുഗർ കെയിൻ, സാക്കരം ഒഫീഷ്യനാറം. ഒരുപാട് വെള്ളം വേണ്ട ഒരു വെറ്റ്ലൻഡ് ക്രോപ്പാണ്. ഈ പോയിന്റുകൾ മനസ്സിലുറപ്പിച്ചോളൂ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ കാർഷിക കലണ്ടറും വെള്ളത്തിന്റെ ലഭ്യതയും വിളകളും ഇതെല്ലാം വളരെ ലോലമായൊരു ബാലൻസിലാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്: വരും വർഷങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം ഈ ഒരു സിസ്റ്റത്തെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്? ഒന്ന്